ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേക്ക് മുമ്പുള്ള ഒരു കുന്തളിപ്പാണ്. ജാനുവരി 21-നാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷേ നമ്മൾ ഇന്നേ കുറച്ച് പ്രീ വെഡ്ഡിങ് മറ്റേ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട്, നമുക്ക് അങ്ങനെ ഒരു പേരിടാം. അപ്പം അതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കയ്യിലിടാൻ വളയില്ല, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിക്കണം. അപ്പോൾ നമ്മളിപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ഇപ്പം വന്നിട്ടുള്ളത് പാളയം മാർക്കറ്റിലേക്കാണ്. പൂക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പാളയം മാർക്കറ്റാണ് ഓർമ്മ വരിക. അപ്പൊ ഞാൻ വിചാരിച്ച സെയിം കളർ ഫ്ലവർ എനിക്ക് അവിടുന്ന് കിട്ടി. ഒരു ലാവൻഡർ കളറിലുള്ള ഫ്ലവർ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ഈ ലാവൻഡർ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫ്ലവർ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് ഒരു ബാംഗിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ SM-ന്റെ ഉള്ളിലേക്കുള്ള ഒരു കടയിലേക്ക് പോയിട്ടോ. ഇവിടുന്നാണ് ഞാൻ സ്ഥിരമായിട്ട് ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഈ ഗോൾഡൻ കഫ്ഡ് ആയിട്ടുള്ള ഒരു ബാംഗിളാണ് കേട്ടോ ഞാൻ അവിടുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്ത ബാംഗിൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. 100 റുപ്പീസ് വരുന്ന ഒരു ഗോൾഡൻ കഫ്ഡ് ആയിട്ടുള്ള ബാംഗിളായിരുന്നു ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മൾ ഒരു ബാംഗിൾ പിന്നെ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കേക്ക് വാങ്ങിക്കാറുണ്ട്. ഇതിൻ്റെ നോൺ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടുണ്ട്, പിന്നെ ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഞാൻ ഇട്ടത്. കണ്ടോ ഗൈസ്? അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്താ പൊട്ടോ പെട്ടെന്ന് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മേക്കപ്പും ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഗൈസ്, ഇതാണ് കേട്ടോ എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയുണ്ട് എന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. ഇതെന്റെ ചെരുപ്പ്, എൻ്റെ എല്ലാ ചേച്ചീൻ്റെ ചെരുപ്പ്. പിന്നെ ഇത് ഫ്ലവർ. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വ്ലോഗ്. ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് സെലിബ്രയിലേക്കാണ് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ കേക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ 2 കേക്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു കേക്ക് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തു. ആ കേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോയിലും നല്ല ഭംഗി ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നി. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ കേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാനി ഇവിടെ എന്തൊക്കെയോ കാണിച്ചിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ മാത്രം ബർത്ത്ഡേ ഷൂട്ട് അല്ല കേട്ടോ, റിച്ചുവിൻ്റെയും കൂടി ബർത്ത്ഡേ ഷൂട്ടായിരുന്നു. നമ്മൾ 2 പേരുടെയും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ ഏജ് വെച്ചിട്ടുള്ള കാൻഡിൽസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്ബേക്കിൽ കയറിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കേക്കും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് കിട്ടും. തിരക്കില്ലാത്തൊരു ബീച്ച് സൈഡ് നോക്കി അവസാനം നല്ല വേസ്റ്റ് ഒക്കെ ഉള്ള നല്ല അലമ്പായിട്ടുള്ളൊരു ബീച്ച് സൈഡിലാണ് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, 2 സൈഡിലായിട്ട് ഫുള്ള് വേസ്റ്റ് ആയിരുന്നു. ഞാൻ കാക്കകളൊക്കെ പാറി പറന്നിട്ട് അവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ലൈറ്റൊക്കെ കുറച്ചൊക്കെ പോയി തുടങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ വേഗം അടുത്ത ബീച്ച് സൈഡിലേക്ക് പോയിട്ടോ. ആര് ബർത്ത്ഡേ ഷാനി? ഏട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ലൈറ്റ് ഡിമായോണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ എന്റെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു. ഇഷാനിന്റെ കൂടെ ആണെങ്കിൽ റിച്ചുവിന്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവൾ ആക്ട് ചെയ്ത് കാണിക്കുകയാണ് റിച്ചു എന്താ ചെയ്യുന്നത്. അവൾ എൻ്റെ അടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയോ, ഈ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആണ് കേട്ടോ എനിക്ക് അവൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനിന്റെയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ആ പൂവും പിടിച്ചിട്ട് ഇങ്ങനെ ആടി കളിക്കായിരുന്നു. പിന്നെ ലൈറ്റ് ഒക്കെ കുറച്ച് ഡിമ്മായപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന കടേന്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി കേട്ടോ. ഞാനും റിച്ചും പൊറോട്ടയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ചിക്കൻ 65ഉം ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടെത്തിയിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല, ഇനിയിപ്പം നോക്കിയേക്കണം. സോ അത്രയേ ഉള്ളൂ. ബൈ.